വിവാഹം നിരസിക്കുന്നത് ആത്മഹത്യാ പ്രേരണയല്ലെന്ന് സുപ്രീം കോടതി. പ്രണയബന്ധം തകർന്നതിനെ തുടർന്ന് പങ്കാളി ആത്മഹത്യ ചെയ്താൽ ആത്മഹത്യാ പ്രേരണാക്കുറ്റം ചുമത്താനാകില്ല. ആത്മഹത്യാ പ്രേരണാക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടയാളെ വെറുതെ വിട്ടാണ് കോടതി ഉത്തരവ്. വിവരങ്ങളുമായി ഷബ്ന സിയാദ് ചേരുന്നുണ്ട്. ഷബ്ന, വളരെ നിർണായകമായ ഒരു വിധിയാണിത്. എന്താണ് വിശദാംശങ്ങൾ? കർണാടക സ്വദേശിയെ വെറുതെ വിട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. കർണാടക സ്വദേശി 21-കാരിയുമായി പ്രണയത്തിലാകുകയും പിന്നീട് 8 വർഷം നീണ്ട പ്രണയത്തിന് ശേഷം വിവാഹം നിരസിക്കുകയും ചെയ്തു. ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് പെൺകുട്ടിയുടെ അമ്മ നൽകിയ ഹർജിയിൽ വിചാരണ കോടതി ഈ യുവാവിനെ ശിക്ഷിച്ചിരുന്നു. ഈ ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു. പിന്നീട് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴാണ് സുപ്രീം കോടതി ഈ യുവാവിനെ വെറുതെ വിട്ടുകൊണ്ട് സുപ്രധാനമായ നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. വിവാഹം നിരസിക്കുന്നത് ഒരു തരത്തിലും ആത്മഹത്യാ പ്രേരണയാകില്ല എന്നാണ് കോടതി പറയുന്നത്. പ്രണയബന്ധം തകർന്നതിനെ തുടർന്ന് പങ്കാളി ആത്മഹത്യ ചെയ്താൽ അത് ആത്മഹത്യക്ക് പ്രേരണ എന്ന് പറയാനാവില്ല. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുകയും കൃത്യമായി ആത്മഹത്യ ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ പറയുകയോ ആ രീതിയിൽ പ്രവർത്തിക്കുകയോ ചെയ്യണം. അല്ലാത്ത കേസുകളിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. റൈറ്റ്, ഷബ്ന സിയാദാണ് വിവരങ്ങൾ നൽകിയത്.